ജനുവരി 12-ന് പാലാ രൂപതയിലെ മുട്ടം മർത്തുമറിയം ടൗൺ പള്ളിയിൽ ചേർന്ന പള്ളിയോഗത്തിലേക്ക് അതിക്രമിച്ചു കടന്ന 10ഓളം വരുന്ന അന്യമതസ്ഥരായ ആളുകൾ പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും വികാരിയെയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം അപലപനീയവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി. ഇടവക ദേവാലയത്തിലെ തിരുനാളൊരുക്കത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ചേർന്ന പള്ളിയോഗത്തിലേക്കുള്ള സാമൂഹ്യവിരുദ്ധരുടെ കടന്നുകയ്യേറ്റം സംഘടിത ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അന്വേഷിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. തിരുനാളിനോടനുബന്ധിച്ച് പാതയോര ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ടൗൺ സ്റ്റാൻഡിലെ പാഴ്വസ്തുക്കൾ നീക്കം ചെയ്തതോടൊപ്പം പള്ളിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പ്രവർത്തനത്തിനും പൊതുജനത്തിനും മാർഗതടസ്സമായി അനധികൃതമായി വച്ചിരുന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ ഒരു ഭാഗം പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി എടുത്തുമാറ്റുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ പള്ളി കോമ്പൗണ്ടിലേക്ക് ഇരച്ചുകയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. വികാരിയോടും മറ്റു പള്ളി കമ്മിറ്റി യോഗ അംഗങ്ങളോടും പ്രകോപനപരമായും അപമര്യാദയായും സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ആസൂത്രിതമായ നീക്കമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സംഘടിച്ചെത്തി അതിക്രമം നടത്തിയ 5-ലധികം ആളുകളുടെ പേര് സഹിതം മുട്ടം പോലീസിലും പഞ്ചായത്തിലും നൽകിയ പരാതിയിൽ നടപടിയെടുക്കാനും ഗൂഢാലോചന അന്വേഷിക്കാനും പോലീസിന് ബാധ്യതയുണ്ടെന്നും കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. മതസൗഹാർദ്ദം തകർക്കാനുള്ള സംഘടിത ശ്രമം അംഗീകരിക്കാനാവില്ലെന്നും സംഭവത്തെ വഴിതിരിച്ചുവിട്ട് നേട്ടങ്ങളുണ്ടാക്കാനുള്ള ചില നീക്കങ്ങളെയും ജാഗ്രതയോടെ നേരിടണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. ചേർസ് ഡെസ്ക്, ഷിഗ്ന ന്യൂസ്.